ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മനുഷ്യന്റെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ റിക്കവർ ചെയ്യാൻ സാധിക്കും. കുറച്ചുനാള് ഓർമ്മകളെ ലോക്ക് ചെയ്ത് വയ്ക്കാന്നേ ഉള്ളൂ. ഒരു ദിവസം ചിലപ്പോ എല്ലാം പെട്ടെന്ന് പുറത്തു വരും. ആരാ? ഞാൻ ഡോക്ടർ രാജശ്രീ, സൈക്കാട്രിസ്റ്റ് ആണ്. എനിക്ക് സമൃദ്ധി ഒന്ന് കാണണമായിരുന്നു. എന്നെക്കുറിച്ച് അമ്മയ്ക്കറിയാവുന്ന മറ്റു കാര്യങ്ങൾ എനിക്ക് അമ്മയൊക്കെ പറഞ്ഞു തരുമോ? എന്തിനാ ഇനി പഴയ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് കൂടുതൽ വിഷമിക്കുന്നത്? എന്റെ ഓർമ്മകളെ തിരിച്ചു പിടിക്കാൻ എനിക്കതൊക്കെ അറിഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ഞാൻ നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കണ്ടു. ആക്സിഡന്റിന് മുമ്പ് ഞാൻ വളരുന്ന സാഹചര്യങ്ങളും മറ്റും അറിഞ്ഞാൽ ചിലപ്പോ പഴയതൊക്കെ ഓർമ്മ വന്നേക്കുമെന്നാ ഡോക്ടർ പറഞ്ഞത്. അത് ശരി. അപ്പൊ ഇവരാണ് അവളുടെ ഭൂതകാലത്തെ ചെകഞ്ഞെടുക്കാൻ പോയത്. ഈ വരവിന് പിന്നിൽ എന്തോ അപകടമുണ്ടല്ലോ. അല്ല, ഡോക്ടറും സമൃദ്ധയും തമ്മിൽ? ഞങ്ങള് സുഹൃത്തുക്കളാണ്, അത്രേ ഉള്ളൂ. ഇങ്ങനൊരു സുഹൃത്തിനെ കുറിച്ച് സമൃദ്ധ ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ എല്ലാ സുഹൃത്തുക്കളെയും കുറിച്ച് ചിലപ്പോ പറയണമെന്നില്ലല്ലോ. അവൾക്ക് ഞങ്ങളറിയാത്ത സുഹൃത്തുക്കൾ ആരുമില്ല. അതെനിക്കറിയാം. ഞാൻ നിങ്ങൾക്കറിയാത്തൊരു സുഹൃത്താ. സമൃദ്ധയ്ക്ക് നിങ്ങൾ അറിയാത്ത ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. ഞങ്ങളോട് പറയാത്ത ഒരു കാര്യവും ഇന്ന് വരെ സമൃദ്ധയ്ക്ക് ഉണ്ടായിട്ടില്ല. അതിരിക്കട്ടെ, ഡോക്ടർ അവളെ കാണുന്നത് എന്തിനാ? ഞാനൊരു ഡോക്ടറാ. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലെന്നുണ്ടോ? അങ്ങനെ പരിചയമില്ലാത്തവരെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ സമൃദ്ധി ഒന്ന് വിളിക്ക. പരിചയമുണ്ടോ ഇല്ലയോന്ന് അപ്പൊ മനസ്സിലാകും. അതിന് സമൃദ്ധി ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? ഹോസ്പിറ്റലിലാണോ? അല്ല, സൈക്കാട്രിക് വിഭാഗത്തിൽ അഡ്മിറ്റ് ആണെന്ന് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് അറിഞ്ഞു. അതുകൊണ്ട് ചോദിച്ചതാ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തിനാ അന്വേഷിക്കുന്നേ? എന്റെ മകന്റെ ഭാര്യ സമൃദ്ധ. അവൾക്ക് ഒരു കുഴപ്പമില്ല. അവര് രണ്ടുപേരും കൂടെ പുറത്തു പോയതാ. എപ്പോ വരുമെന്ന് അറിയില്ല. വരുമ്പോ ഞങ്ങള് പറഞ്ഞോളാം. വേണമെന്നില്ല, ഞാൻ വിളിച്ചോളാം. ഓ ശരി, എന്നാ അങ്ങനെ ആയിക്കോട്ടെ. ആരാമേത്? ഇവിടെ ഇല്ലെന്ന് പറഞ്ഞ ആളാണോ ഇത്? ഞാൻ സമൃദ്ധ എത്ര തവണ വിളിച്ചു, എന്റെ ഫോൺ എടുക്കാതിരുന്നേ? അതിനിടയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ടാ ഞാൻ നേരിട്ട് വന്നത്. സമൃദ്ധിക്ക് എന്താ പറ്റിയത്? എന്തിനാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്? ഏത് സൈക്കാട്രിസ്റ്റിനെ കണ്ടത്? പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു തലവേദന. ഇപ്പൊ അത് മാറി. അല്ല, നിങ്ങളിതൊക്കെ എന്തിനാ ചോദിക്കുന്നത്? ഞാൻ ഹോസ്പിറ്റലാണെന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? ഇവര് മോളെ അന്വേഷിച്ചു വന്നതാ. സൈക്കാട്രിസ്റ്റ് ആണെന്നാ പറഞ്ഞത്. ഇവരും മോളും തമ്മിൽ എങ്ങനെയാ പരിചയം? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അത് ശരി, അപ്പൊ അത്രേ ഉള്ളൂ. ഓ, അതാണോ ഇത്ര വലിയ അടുത്ത സുഹൃത്താന്ന് പറഞ്ഞ് അന്വേഷിച്ചു വന്നത്? എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ
നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മള് എവിടെ വെച്ചാ കണ്ടത്? അപ്പൊ എല്ലാം മറന്നുപോയല്ലേ? മറന്നതാണോ അതോ മായ്ച്ചതാണോ? സാരമില്ല, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാ മതി. ഇനി സമൃദ്ധയ്ക്ക് നിങ്ങളെ കൊണ്ടൊരാവശ്യവും വരില്ല. അവളുടെ മനസ്സിലെ എല്ലാ പ്രശ്നങ്ങളും മാറി. പിന്നെ ട്രീറ്റ്മെന്റിനാണെങ്കിൽ നല്ല ഹോസ്പിറ്റലും ഡോക്ടർമാരും വേറെ ഉണ്ടല്ലോ. പേഷ്യന്റിനെ ക്യാൻവാസ് ചെയ്യാൻ വീടുകൾ തോറും കയറി ഇറങ്ങുന്ന സൈക്കാട്രിസ്റ്റിനെ ആദ്യമായിട്ടാ ഞാൻ കാണുന്നേ. സമൃദ്ധയ്ക്ക് നിങ്ങൾ ഓർമ്മ പോലുമില്ല. അങ്ങനെ ഉറപ്പിച്ചു പറയാൻ വരട്ടെ. മനുഷ്യന്റെ ബ്രെയിൻ ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ്. ഡിലീറ്റ് ചെയ്യുന്നതൊക്കെ റിക്കവർ ചെയ്യാനും സാധിക്കും. കുറച്ചുനാള് ഓർമ്മകളെ ലോക്ക് ചെയ്ത് വയ്ക്കാന്നേ ഉള്ളൂ. ഒരു ദിവസം ചിലപ്പോ എല്ലാം പെട്ടെന്ന് പുറത്തു വരും. അപ്പൊ സമൃദ്ധയ്ക്ക് എന്നെ ഓർമ്മ വരും. നിനക്ക് പഴയതൊന്നും ഓർമ്മയില്ലെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം ഞാൻ സമൃദ്ധയോട് പറയാം. ഒന്നും ഒരിക്കലും ഡിലീറ്റ് ആയി പോവില്ല. ഇപ്പൊ നട്ടുപിടിപ്പിച്ച ഓർമ്മകളൊക്കെ മാഞ്ഞു പോവുകയും ചെയ്യും. അതുവരെ ഇങ്ങനെ തന്നെ പോയേ പറ്റൂ. അന്ന് പഴയ സമൃദ്ധയായി തന്നെ ഇവളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടും. ഇവളെ എന്നെ തേടി വരികയും ചെയ്യും. പോട്ടെ. ശരി. ഒരു സൈക്കാട്രിസ്റ്റ് വന്നിരിക്കുന്നു. അവർക്ക് ശരിക്കും കിട്ടേണ്ടത് കിട്ടി. എല്ലാ കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് ഇവരാ. ഇവര് മോളെ അന്വേഷിച്ചു വന്നതാ. സൈക്യാട്രിസ്റ്റ് ആണെന്നാ പറഞ്ഞത്. ഇവരും മോളും തമ്മിൽ എങ്ങനെയാ പരിചയം? ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല.